വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹം നാളെ മിംസ് കോഴിക്കോടിൻ്റെ ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ട് ചാർജ് എടുക്കാൻ പോകുന്നത് കാരണം ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പേര് കേട്ട ഒരു ചിത്രകാരനായിരുന്നു. രാജാ രവിവർമ്മയുടെ ഗ്രാൻഡ് നെവ്യൂവിൻ്റെ മകന്, ഒരു ഗ്രാൻഡ് നെവ്യൂയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ. പേര് രാഘവർമ്മ എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ. അതായത് ഈ ചിത്രകാരനായ രാഘവർമ്മയുടെ ചിത്രകാരനായ അച്ഛൻ ശ്രീശങ്കരൻ്റെ കൈപ്പള്ളി മനക്കിലെ ഒരു അംഗമായിരുന്നു. ആ ചിത്രത്തിൻ്റെ അനാച്ഛാദനം നിർവഹിക്കുവാൻ വേണ്ടി ഞാൻ മുൻ കേന്ദ്രമന്ത്രി ശ്രീ ഒ രാജഗോപാലിൻ്റെ ഔദ്യോഗികമായ ചിത്രമായിട്ട് പാവപ്പെട്ടവന് വേണ്ടി മഹാലക്ഷ്മിയോട് ബാലശങ്കരൻ ഒരു നെല്ലിക്ക കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ സ്വർണ്ണ നെല്ലിക്ക കൊണ്ട് പേമാരി വീഴിച്ച ചിത്രമാണ് ഇത്. ഇതാണ് ഇന്ന് മുതൽക്ക് കനകധാര സ്മാരക ട്രസ്റ്റിന്റെ ചിത്രം. ചെയർമാൻ രാജപ്പൻ അടുത്ത ഏരിയ കേട്ടോ വിജയ വിജയം വരൂ. ഒരു സൈഡിൽ നിൽക്കൂ. സത്യം സാർ അനൗൺസ് ചെയ്തു. പരിപാടി കഴിഞ്ഞതിന് ശേഷം നിയുക്തരായ വ്യക്തികളെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സ്ഥപതി ശ്രീ ദേവദാസ് ആചാരി, ചെയർമാൻ ഓഫ് ദ ട്രസ്റ്റ് ശ്രീ കെ എസ് ബാലസുബ്രഹ്മണ്യം, ചെയർമാൻ ഓഫ് ദ ബോർഡ് ഓഫ് അഡ്വൈസേഴ്സ് മിസ്റ്റർ രവീന്ദ്രനാഥ്, മറ്റ് അഡ്വൈസറി ബോർഡിലെ അംഗങ്ങൾ, പിന്നീട് വേറെയും 4-5 പേര് കൂടിയുണ്ട്. അവരെല്ലാവരും ആ സ്ഥലത്തേക്ക് പോകുന്നതാണ്. അവിടെ നടക്കുന്ന ചടങ്ങുകൾ നിങ്ങൾക്ക് ഇവിടെ TV-യിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ആരും സ്ഥാപനം ചെയ്യാൻ എല്ലാവരും നല്ലോണം നാമജപത്തോടു കൂടിയിട്ട്
ओम श्री महालक्ष्मी नमः। 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 महालक्ष्मी नमः। ओम श्री 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 महालक्ष्मी नमः। ओम महालक्ष्मी नमः। ओम श्री 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 महालक्ष्मी നല്ലതായില്ലേ? നല്ല
ക്ഷേത്ര ആൾക്കാർ വിവരം ശ്രീ മധു രൂപകൽപ്പന ചെയ്ത ക്ഷേത്രത്തിന്റെ ചിത്രമാണ് നിങ്ങളുടെ മുന്നിൽ. ഈ ഇവിടെ കാണുന്നത് ഈ മുന്നിലുള്ള റോഡ്. ആ റോഡിൽ നിന്ന് ഈ പടവുകൾ കയറി വന്നാൽ നിങ്ങൾ കാണുന്നത് ഒന്നാം നിലയിലെ നിരപ്പാണ്. ഇത് മാർബിൾ കൊണ്ട് പണിയുന്ന വെള്ള മാർബിൾ കൊണ്ട് പണിയുന്ന ഒരു തറയാണ് അതിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ കാണുന്നത് ഭൂമിക്കടിയിലേക്ക് പോയിട്ടുള്ള ഒരു ആദ്യത്തെ ഫ്ലോറാണ്. ആ ഫ്ലോറിന്റെ വെന്റിലേറ്റേഴ്സ് ആണ് ഇവിടെ കാണുന്നത്. ഇതിന് ഉദ്ദേശം 20 അടി ആണ് ഉയരം. ക്ഷേത്രമാണ്, നമ്മൾ വീടിന്റെ മാതിരി 10 അടി ഉയരം കൊടുത്താൽ പോരാ. 20 അടി ഉയരത്തിലാണ് ഈ താഴത്തെ ഭൂമിക്കടിയിലുള്ള ഈ ഒന്നാമത്തെ ഫ്ലോറിന്റെ സങ്കല്പം. ഇതിന്റെ അടിയിൽ 2 ഭാഗത്തുമായിട്ട് ഡോണേഴ്സ്, ഇവിടെ ദൂര സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് താമസിക്കാനും വേണ്ടി ഏകദേശം 28 ഡബിൾ റൂംസ് ഞങ്ങൾ ഉണ്ടാക്കും. ഓരോ റൂമിൻ്റെയും 14x10 ആ സൈസിലുള്ള ഓരോ മുറികളാണ്. 2 പേർക്ക് ഒരേ സമയം താമസിക്കാം. 2 പേർക്ക് എന്തുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത്, മിക്കവാറും ഇത്തരം സ്ഥലങ്ങളിൽ വരുന്നത് ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമായിട്ടാണ് ഇത്. ഡോണേഴ്സ് മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ ഈ റൂം അവർക്ക് വേണ്ടി പ്രത്യേകം റിസർവ് ചെയ്ത് വെച്ചിരിക്കും. അല്ലാത്ത പക്ഷം അത് മറ്റ് സന്ദർശകർക്കും കൊടുക്കും. കാശിയിലെ തുളസി മാനസ മന്ദിറിൽ എങ്ങനെ രാമായണം ആലേഖനം ചെയ്യപ്പെട്ടു വെച്ചിരിക്കുന്നുവോ അതേപോലെ ശ്രീ ശങ്കരാചാര്യരുടെ എല്ലാ കൃതികളും മാർബിളിൽ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള മാർബിൾ ശിലകൾ കൊണ്ടായിരിക്കും ആ ചുമരുകൾ ഞങ്ങൾ കവർ ചെയ്യുക. തൊട്ട് സരസ്വതി മണ്ഡപത്തിന്റെ പിന്നിലായി ഒരു ക്യാൻറ്റീൻ ഉണ്ടാവും. ഈ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് വരുന്ന സന്ദർശകന്മാർക്ക് ഭക്തന്മാർക്ക് എല്ലാം ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാൻറ്റീൻ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ഒഴിഞ്ഞു കാണുന്ന ഈ സ്ഥലം, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ചാൽ, അവിടെ വല്ലതും കാണിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള കാഴ്ച നമുക്ക് വേണ്ട മാതിരി കിട്ടുകയില്ല. ഇവിടെ മഹാലക്ഷ്മിയുടെ പതിയായ മഹാവിഷ്ണുവിന്റെ വിശ്വരൂപം 20-25 അടി ഉയരത്തിൽ കൊത്തി ഇവിടെ സ്ഥാപിക്കും. പ്രതിമ ഇവിടെ സ്ഥാപിക്കുന്ന ഇവിടെ നിങ്ങൾ കാണുന്ന ഇത് സ്ഥലമുണ്ടല്ലോ, ഇതാണ് സൗവർണിക. 100 അടി നീളത്തിൽ 50 അടി വീതിയിലും നിർമ്മിക്കുന്ന ഈ സൗവർണികയിൽ നിറയെ
താമരപ്പൂക്കളുടെ വിത്ത് വിതറി ഒരു താമരപ്പൂക്കൾ നിറഞ്ഞ ഒരു സരസായിട്ടാണ് ഞങ്ങൾ ഇതിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ നടുവിൽ ഒരു സ്തംഭം ഉണ്ടാക്കി അതിന്റെ മുകളിൽ പൂർണ്ണ രൂപത്തിലുള്ള മഹാലക്ഷ്മിയുടെ ഒരു പ്രതിമ സ്ഥാപിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം സൂര്യാസ്തമന സമയത്ത് ഇവിടെ വന്നിരിക്കുന്ന ഭക്തന്മാർക്ക് നേരിട്ട് ഉത്തരേന്ത്യൻ രീതിയിൽ നേരിട്ട് ആരതി നടത്താനുള്ള സൗകര്യം കൊടുക്കും. അവർക്ക് താഴെ താമസിക്കാനുള്ള സൗകര്യം ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറും. ഈ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഈ റോഡിൽ നിന്ന് നമ്മൾ മേൽപോട്ട് കയറുന്നത്. ദൂരത്തുനിന്ന് വരുമ്പോൾ, വളരെ ദൂരത്തുനിന്ന് വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ദേഹം അശുദ്ധിയാവാൻ സാധ്യതകളുണ്ട്. അങ്ങനെയുള്ളവരെടുത്ത് ദേഹശുദ്ധി വരുത്താനും നിത്യകർമ്മങ്ങൾ വഹിക്കാനുമായി ഈ പ്രദേശത്തിന് കുറച്ച് വിട്ടായിട്ട് ഇവിടെ ഈ ഏരിയയിൽ ഒരു ടോയ്ലറ്റ്, ബാത്റൂം. ശ്രീ മധുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ശ്രീ സ്ഥപതി ദേവദാസ് ആചാരി മധു എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഇന്ത്യയുടെ പുറത്തും നിരവധി ക്ഷേത്രങ്ങൾക്ക് രൂപശില്പം നൽകിയിട്ടുള്ള ആളാണ്. ഞങ്ങൾ നിരന്തര ഫോണിൽ കൂടെ സമ്പർക്കം പുലർത്തിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഇത്ര ഗംഭീരമായ സുന്ദരമായ ഈ ക്ഷേത്ര സങ്കല്പം നിർവഹിച്ചത്. അദ്ദേഹത്തിന് ഞങ്ങളോടുള്ള കൃതജ്ഞത പറഞ്ഞാൽ തീരില്ല. പങ്കും ലങ്കയദേവിയും യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവ. നാം വളരെ വലിയ ഒരു സംരംഭമാണ് ഇവിടെ ചെയ്യുന്നത്. ചെയ്യണമെന്നില്ല, സമ്പത്ത് ഉണ്ടാക്കി തരുന്ന ഒരു മന്ത്രമാണ് കനകധാരാസ്തവം. ആ കനകധാരാസ്തവം ഉൾപ്പെടുത്തിയിട്ടുള്ളതായ ഒരു ക്ഷേത്രം നമ്മളുടെ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെയുള്ള ഒരു ക്ഷേത്രം ഈ സങ്കേതത്തിൽ, അതും ശ്രീ ശങ്കരാചാര്യരുടെ പാദസ്പർശമേറ്റ ഈ സങ്കേതത്തിൽ നിർമ്മിക്കാൻ സാധിച്ചു. ഈ ക്ഷേത്ര ഭാരവാഹികൾ എന്നെ സമീപിക്കുകയും ഇങ്ങനെയുള്ളതായ ഒരു ക്ഷേത്രത്തിന് രൂപകൽപ്പന ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ചതും ശങ്കരാചാര്യരുടെയും പൂർവ്വ ഗുരുവിൻ്റെയൊക്കെ കടാക്ഷമായിട്ട് തന്നെയാണ് ഞാൻ ഉദ്ബോധിപ്പിക്കുകയാണ്. കാരണം കേരളത്തില് ഇങ്ങനെയുള്ളതായ ഒരു ക്ഷേത്രം ഇല്ല തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മഹാലക്ഷ്മിയുടെ ക്ഷേത്രങ്ങൾ വളരെ വിരളമാണ്. അത് ഇവിടെ നാം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിലാണ് അത് വിഭാവന ചെയ്തിരിക്കുന്നത്. കാരണം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താന്ത്രിക വിധിയിൽ വളരെയേറെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പം ആ താന്ത്രിക വിഷയങ്ങൾ കൂടി വളരെ ഭംഗിയായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് പോകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾക്ക് വരുന്നതായ ആളുകൾക്ക് താമസിക്കാനും മറ്റുമുള്ളതായ സൗകര്യങ്ങൾ ഇതിലുണ്ട്. അതുപോലാക്കിയിട്ട് ഇതിലേക്ക് ഇറങ്ങി വരണം. ഈ സംരംഭം വളരെയേറെ വലിയൊരു സംരംഭമാക്കി മാറ്റണം. ഇതിൽ ഇദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചു, മാർബിൾ കൊണ്ടും മറ്റും വളരെയേറെ കമനീയമായ വിഷയങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വിഭാവന ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പൂർത്തീകരിക്കണമെങ്കിൽ നമുക്ക് ആളും സമ്പത്തും എല്ലാം ആവശ്യം തന്നെയാണ്. അതിനുവേണ്ടി ഓരോ വ്യക്തികളും ഇതിലേക്ക് വേണ്ടി ഭാഗവാക്കുകളാകണം. ഇത് നമ്മളുടെ ഈ ദേശത്തിൻ്റെ അഭിമാന സ്തംഭമായി തന്നെ വളരണം എന്നുള്ളത് കൂടി ഞാൻ ഈ അവസരം പറയുകയാണ്. പറയുന്നതാണ് ഇത് എന്തുകൊണ്ടാണ് വൈറ്റ് മാർബിളിൽ പണിയുന്നത് എന്നുള്ളത് ഞാൻ വിശദീകരിക്കാൻ മറന്നുപോയി. സാധാരണ നാം ക്ഷേത്രദർശനം നടത്തുമ്പോൾ വഴിപാടുകളൊക്കെ നടത്തി മിക്കവാറും പ്രസാദം മധുരം നിറഞ്ഞതായിരിക്കും. അത് ചിലപ്പോൾ കുറച്ച് വായിലൊക്കെ ഇട്ടിട്ട് കുറച്ച് കയ്യിൽ കഴിച്ച് കുറച്ച് തുറച്ച് നിരത്തൊക്കെ വീഴ്ത്തി അവിടെയൊക്കെ ധാരാളം ഉറുമ്പുകൾ വരും. ഗുരുവായൂരൊക്കെ നമ്മൾ പ്രദക്ഷിണം നടക്കുമ്പോൾ നിരത്തേക്കൊന്ന് നോക്കിയാൽ മനസ്സിലാവും എത്ര ഉറുമ്പുകളാണ് ആ കല്ലിൻ്റെ മുകളിൽ കൂടെ പാഞ്ഞു നടക്കുന്നത്. നമ്മൾ സുഖമായി വർത്തമാനം പറഞ്ഞ് അതിൻ്റെ മുകളിൽ ചവിട്ടി ഒരു പ്രദക്ഷിണം വയ്ക്കുമ്പോഴേക്കും ഒരു 100 ഉറുമ്പ് നമ്മളുടെ കാലിലേക്ക് പറ്റി. ഇനി ഇതിന് ശേഷം നമ്മൾ ഫോർമലായിട്ടുള്ള പരിപാടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കാം. ലോകങ്ങൾ കാക്കുന്ന ദേവാ
നമിക്കുന്നു ഞങ്ങൾ. വിറയാർന്ന കൈകൾ ചലിക്കുന്ന നേരം നീറുന്ന കരളിന്റെ കൈകുമ്പിളിൽ നീ ചൊരിയുക നാഥ നിൻ സ്നേഹധാര. നേരിന്റെ പാത തുറക്കണേ ദേവാ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാൻ വിജ്ഞാനദീപം നിറകതിർത്തുകാൻ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ. കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാംഗലീല. മംഗല്യദാസ്തു മമ മംഗളദേവതായഃ. മുഗ്ധാ മുഹുത് വിദധതി വദനെ മുരാരേ. പ്രേമത്രവാ പ്രണിഹിതാനി ഗദാഗദാനി. മാലാദൃശോ മധുഗരീവ മഹോൽപലേയാ. സാമേശ്രിയം ദിശതു സാഗര സംഭവായഃ. ആമീലിതാർത്ഥമധിഗമ്യ മുദാ മുകുന്ദം. ആനന്ദമന്ദമനിമേഷമനംഗതന്ത്രം. ആകേകരസ്ഥിത കലീനിക പക്ഷ്മനേത്രം. ഭൂതി ഭവേൻ മമ ഭുജംഗശയാംഗനായഃ. ബാഹ്വന്തരെ മധുജിതശ്രിത കൗസ്തുഭേയാ. ഹാരാവലീവ ഹരിനീലമയീ വിഭാതി. കാമപ്രദാ ഭഗവതോ വികടാക്ഷമാലാ. കല്യാണമാവഹതു മേ കമലാലയായഃ. കാളാംബുദാളിലസിതോ രസികൈഡഭാരേ. ധാരാധരേ സ്ഫുരതിയാ തടിഭംഗനേവ. മാതും സമസ്ത ജഗദാമഹനീയമക്ഷീ. ഭദ്രാണി മേ ദിശതു ഭാർഗവനന്ദനായഃ. പ്രാപ്തം പദം പ്രഥമതഖലു യത് പ്രഭാവാത്. മംഗല്യഭാജി മധുമാധിനി മന്മഥേന. മയ്യാപദേതദിഹ മന്ധരമീക്ഷണാർത്ഥം. മന്ദാക്ഷസാക്ഷി മകരാഗര കന്യകായഃ. വിശ്വാമരേന്ദ്ര പദവിഭ്രമദാനദക്ഷം. ആനന്ദഹേതുരധികം മധുവിദ്വിഷോപി. ഈശന്നിഷി ദതുമൈക്ഷണമീക്ഷണാർത്ഥം. ഇന്ദേവരോദര സഹോദരമിന്ദിരായഃ. ഇഷ്ടാവിശിഷ്ടമതയോപിയയാദയാദ്ര. ദൃഷ്ട്യാ ത്രിവിഷ്ടപദം സുലഭം ലഭം. ദൃഷ്ടി പ്രഹൃഷ്ട കമലോദര ദീപ്തിശിഷ്ടാ. പുഷ്ടിം പ്രശിഷ്ട മമ പുഷ്കരവിഷ്ടരായഃ. ദദ്യാദയാനുപവനോ ദ്രവിണാംബുധാരാ. മസ്മിന്ന കിഞ്ചന വിഹംഗശിശൗ വിഷണ്ണി. ശൃംഗേരി ശങ്കരാചാര്യർ നമ്മുടെ ഉദ്യമത്തെ അഭിനന്ദിച്ചുകൊണ്ട് അയച്ച
കത്തിൻ്റെ പടമാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശൃംഗേരി ശങ്കരാചാര്യരുടെ പടമാണ് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ശൃംഗേരി ശങ്കരാചാര്യരുടെ അഭിനന്ദന കത്താണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ ഔദ്യോഗികമായ ചടങ്ങുകളിലേക്കുള്ള അടുത്ത ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷം വഹിക്കാനായി നമ്മുടെ പ്രസിഡന്റ് ശ്രീ ഏറ്റവും ഇടത്ത് ഭാഗത്ത് ഇരിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് ധർമ്മശ്രീ ബ്രഹ്മത്തമന നാരായണൻ നമ്പൂതിരിപ്പാട്, ഉപദേശക സമിതി ചെയർമാൻ ശ്രീ പി കെ രവീന്ദ്രനാഥ്, പിന്നെ ട്രസ്റ്റി ചെയർമാൻ ശ്രീ കെ എസ് ബാലസുബ്രഹ്മണ്യൻ. നാം എന്ത് പരിപാടികൾ ഈ ക്ഷേത്രത്തിന് വേണ്ടി തുടങ്ങിയോ അപ്പോഴെല്ലാം അഭൂതപൂർവമായ ചില സംഭവങ്ങൾ നാം കണ്ടിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ ചടങ്ങായ ദേവപ്രശ്നം വെച്ചപ്പോൾ അന്നത്തെ ദിവസം രാവിലെ 4 മണി മുതൽ രാത്രിക്കൊന്നും യാതൊരു പ്രയാസവും കൂടാതെ അന്ന് നമ്മുടെ ദേവജ്ഞനായ ഗുരുവായൂർ ജയകൃഷ്ണ പണിക്കർ ഇവിടെ എത്തി. അദ്ദേഹമാണ് ആദ്യമായിട്ട് നിമിത്തങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് നിങ്ങൾ കെട്ടാൻ പോകുന്നത് ജലത്തിൽ വസിക്കുന്ന ഒരു ദേവത, അതായത് മഹാലക്ഷ്മിയുടെ ക്ഷേത്രമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോഴാണ് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞത് അതേ ആദ്യത്തെ ഒരു ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല മഹാലക്ഷ്മിക്ക് ക്ഷേത്രം പണിയാൻ പോവുകയാണ് എന്ന്. ഞങ്ങൾ ഒരു ക്ഷേത്രം പണിയണം, അതിന് ദേവപ്രശ്നം പണിയണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ഗുരുവായൂർ താമസിക്കുന്ന ആളാണ്. ഈ ക്ഷണിച്ചതിന് ശേഷം ഞങ്ങൾ ആരും അങ്ങോട്ട് പോയിട്ടില്ല. ഞങ്ങൾ ഈ കാര്യത്തെപ്പറ്റി ആരോടും സംസാരിച്ചിട്ടില്ല. അദ്ദേഹം നിമിത്തം വെച്ചിട്ടാണ് പറഞ്ഞത് മഹാലക്ഷ്മിയുടെ ക്ഷേത്രമാണ് ഇവിടെ പോകുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ സ്വാഗത പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ ചെയർമാൻ ശ്രീ കെ എസ് ബാലസുബ്രഹ്മണ്യൻ ക്ഷണിക്കും. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരംബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത, അജാഡ്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേ. നിങ്ങളുടെ എല്ലാം മുമ്പിൽ ഞാനിന്ന് നിൽക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതേ സമയത്തിൽ വളരെയധികം ആഹ്ലാദപൂർവമായിട്ട് നടന്ന ഈ ചടങ്ങിൽ എൻ്റെ പിതാവിൻ്റെ സഹോദരിയുടെ ഭർത്താവ് രണ്ടുപേരും ഇവിടെ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു പരിപാടിയിൽ ഇതുവരെ എത്തിച്ചേരാനുള്ള എന്നെ സഹായിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മലയാളത്തിൽ സംസാരിച്ച് ജാസ്തി പരിചയമില്ല എന്നുള്ള കാര്യം എൻ്റെ വർത്തമാനത്തിൽ നിന്നെന്ന് എനിക്ക് നല്ലോണം മനസ്സിലാവും. അതേ സമയത്ത് വേറെ ഭാഷയിൽ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ഇവിടെ അനൗചിതമായിരിക്കും എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം ഞാൻ അതിനെ അടിസ്ഥാനമാക്കി സംസാരിക്കാൻ തീർച്ചയാക്കിയിട്ടില്ല. എന്താ കാരണം വെച്ചാൽ ഇത് നടന്നത് കേരളത്തിലാണ്. ശങ്കരാചാര്യരുടെ 1200 കൊല്ലം മുമ്പ് നടന്നൊരു സംഗതി. ആ ഒരു ഇതിനെ ഇതിഹാസപരമായിട്ടുള്ള നടന്ന സംഗതി. ഇവിടെ ഒരു അമ്പലവും അതിനനുസരിച്ച് പല കേന്ദ്രങ്ങളും നിർമ്മിക്കുവാനായിട്ടുള്ള ഒരു പരിപാടി. ഇതിനൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഈ പദ്ധതിയുടെയും വരും. പിന്നെ ഞാൻ പറയാൻ വിചാരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഓർമ്മയിട്ട് വരുന്നില്ല. അതെന്താ കാരണം വെച്ചാൽ ഒന്ന് വയസ്സായി. പിന്നെ നിങ്ങളെല്ലാം കാര്യമ്പോൾ ഒരു സംരംഭം ആയില്ലേ. ആ ഒരു സന്ദർഭത്തിൽ വാക്കുകൾ വരാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വിജയിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ വന്നത് ചേർന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. വളരെയധികം കഷ്ടപ്പാടുകളൊന്നും കൂടാതെ ഈ കാര്യം നടന്നു പോകുന്നതാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ. നമസ്കാരം. 1977 ജോർജ് ഫെർണാണ്ടസ് IBM കമ്പനിയെ ഇന്ത്യയിൽ നിന്ന് നാട് കടത്തിയപ്പോൾ അദ്ദേഹവും 2-3 സുഹൃത്തുക്കളും കൂടി ആദ്യത്തെ കമ്പ്യൂട്ടർ മാനുഫാക്ചറിംഗ് കമ്പനി ഇന്ത്യയിൽ തുടങ്ങി, പ്രോംപ്റ്റ് കമ്പ്യൂട്ടർ സർവീസസ്. നമ്മുടെ പ്രസിഡന്റ് ശ്രീ മുരളി നാരായണൻ നമ്പൂതിരിപ്പാടിനെ ഞാൻ ക്ഷണിക്കുന്നു. അദ്ദേഹം തന്ത്രിയെ ഷാൾ അണിയിച്ച് ആദരിക്കുന്നു.
ഇന്ന മഹാരഥന്മാർക്ക് ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഏതാണ്ട് ഒരു 6 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു സംരംഭത്തിനെക്കുറിച്ച്, നേരത്തെ പറഞ്ഞ രാജപ്പൻ നായർ മുഖാന്തരം ഇങ്ങനൊരു സംരംഭത്തിനെക്കുറിച്ച് ഒരു സംസാരം ഉണ്ടാവുകയും അതിലേക്ക് കുറച്ച് ആൾക്കാരുടെ ശ്രദ്ധ അതിലേക്ക് വന്നിട്ട് അത് യാഥാർത്ഥ്യമാവുമോ എന്നുള്ള തന്നെ വളരെ എനിക്കും സംശയം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാളെ പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി, ഈ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാൻ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. കാരണം മലയാളികളായിട്ടുള്ള എല്ലാവർക്കും പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനെക്കുറിച്ച് കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഈ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലുള്ള ഏതാണ്ടൊരു 2-3 അധ്യായങ്ങൾ നമ്മൾ മലയാളികൾ കണ്ടിട്ട് പോലുമില്ല. അത് ജർമ്മനിയിലുള്ള ഹെർമൻ ഗുണ്ടർ യൂണിവേഴ്സിറ്റിയിൽ അത് വളരെ അതിൻ്റെ ശേഖരത്തിൽ അങ്ങനെ അത് ഈ 2-3 അധ്യായങ്ങൾ ഉൾപ്പെടെയുള്ള പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന അവിടെ ഉണ്ടെന്ന് അത് റിസർച്ച് ചെയ്തത് ഒരു ഡോക്ടർ സ്കറിയ സക്കറിയ എന്നുള്ള വ്യക്തിയാണ്. അപ്പോൾ എനിക്കത് അത് വായിച്ചപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി. കാരണം നമ്മളുടെ കേരളത്തിൻ്റെ തന്നെ ശരിക്കും പറഞ്ഞ ഒരു വിപ്ലവ കാവ്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ജ്ഞാനപ്പാന. അപ്പോൾ അതേ ഒരു അവസ്ഥയാണ് ശരിക്കും ഇപ്പോൾ ഇവിടെ ഈ ഒരു സംരംഭത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അതിലേക്ക് വരാൻ അതിന് അനവധി എനിക്ക് പിന്നെ തുടക്കത്തിലുണ്ടായിട്ടുള്ള ബാലാരിഷ്ടതകൾ, അതിനു വേണ്ടിയിട്ട് ചെയ്തതായിട്ടുള്ള സൽക്കർമ്മങ്ങൾ, ഇതിലെല്ലാം എനിക്ക് പങ്കെടുക്കാനും ഭാഗഭാക്കാവാനും ചെയ്യാനൊക്കെ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എല്ലാ രീതിയിലും പങ്കെടുക്കണം, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അല്ലെങ്കിൽ ദ്രവ്യം കൊണ്ടും ഏത് രീതിയിലും. ഇപ്പോൾ ഒരു നാടിനെ തന്നെ അതിൻ്റെ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാവാൻ പോവുകയാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലം. അപ്പോൾ ഇത്രയും നല്ലൊരു അത് കഴിഞ്ഞ് 9 മണിക്ക് ഇവിടെ ദേവപ്രശ്നം തുടങ്ങി. ആ സമയത്ത് അതിൻ്റെ തുടക്കത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല ആ ദിവസം ഇവിടെ, ഞാൻ പിന്നീടാണ് വന്നത് ഇവിടെ. അപ്പോൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് കുറേ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കിട്ടി. ആ മരങ്ങൾ അന്ന് സ്വർണത്തിൻ്റെ നിറമായിരുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി ഞാൻ ശ്രീ സ്വർണത്തിന് നാരായണ നമ്പൂതിരിപ്പാടിനെ ക്ഷണിക്കുന്നു. സുഹിതാ ഭവിത നിജബോധ വിചാരണ ചാരുമതേ കലയേശ്വര ജീവ വിവേകവിദം ഭവശങ്കര ദേശികമേ ശരണം. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, ട്രസ്റ്റ് ഉപദേശക സമിതി അംഗങ്ങൾ, നല്ലവരായ ഭക്തരായ ജനങ്ങളെ, ഒരു ഘനപ്പെട്ട പ്രസംഗം നടത്താനുള്ള അവസരമോ കഴിവോ എനിക്ക് ഇല്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഇവിടെ കൂടിയിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, എന്നേക്കാൾ കഴിവുള്ളവർ ഇവിടെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പറയുന്നത് അധിക പ്രസംഗമായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഈ ചുമതല ഏറ്റെടുത്തു എന്നുള്ള ഒരു സംശയം ഇവിടെ ഉണ്ടാകാം. എന്നോട് ഇതിൻ്റെ പ്രസിഡന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ യോഗ നടപടി അനുസരിച്ചിട്ട് 2 വാക്ക് പറയുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ളതായതുകൊണ്ട് മാത്രം ഞാനിവിടെ നിൽക്കുന്നു എന്ന് മാത്രം. നമ്മൾ ഉത്ബുദ്ധരും കഴിവുള്ളവരും ധനികരുമായി തീരും എന്നുള്ളത് നിശ്ചയമാണ്. നമ്മൾ പഴയ ഒരു പദ്യശകലം നമ്മൾക്കറിയാവുന്നതാണ്. വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ട് കരുതേണമോ എന്ന് നമ്മൾക്ക് പഴയ ഒരു പദ്യത്തിലൂടെ നമ്മൾക്കറിയാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ നേടേണ്ടത് ജ്ഞാനമാണെന്നും അതിന് നമ്മളെ കൈപിടിച്ച് നടത്തുവാനുള്ള വ്യക്തി അല്ലെങ്കിൽ ആ മഹാ ശക്തി ആചാര്യസ്വാമികളാണെന്നും ഉള്ളത് നമ്മൾക്കെല്ലാവരും ബോധ്യപ്പെടേണ്ടതാണ് എന്ന് മാത്രമേ എനിക്കിവിടെ പറയുവാൻ. കൊല്ലമായിട്ട് നടന്നു വരികയും ചെയ്യുകയാണ്. അതുപോലുള്ള സംരംഭങ്ങൾ ഇതിൽ ഉണ്ടാകും എന്നുള്ള ഒരു
ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അത് തന്നെ വളരെ ഒരു വലിയ കാര്യത്തിലേക്ക് നമ്മളെ നമുക്ക് വഴി കാണിക്കാൻ വേണ്ടി തെളിച്ചു വച്ച ആ ജ്ഞാനത്തിൻ്റെ ദീപശിഖ നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. അതിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാര കർമ്മങ്ങൾ ചെയ്യാനായി കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞങ്ങളുടെ കൂടി തന്ത്രി ബ്രഹ്മശ്രീ തിരുവല്ലോ മുരളീനാരായണ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് ആ ചടങ്ങുകൾ നടന്നത്. തുടർന്ന് അതിൽ 4 ദിവസത്തെ പരിപാടികളായിരുന്നു. അന്നത്തെ ദിവസം അവസാന ദിവസത്തെ പരിപാടി കാണുമ്പോൾ ഞങ്ങൾ ഒരു സംഗതി വളരെ ശ്രദ്ധിച്ചു. അന്നത്തെ അഗ്നിയുടെ നിറം സ്വർണമായിരുന്നു. കാണും അവിടെ അങ്ങനെ അവിടെ അന്നത്തെ അഗ്നിയുടെ നിറം സ്വർണമായിരുന്നു. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദേവപ്രശ്നത്തിൽ ഇവിടുത്തെ വിഗ്രഹവും സ്വർണമാകും, അത് നിങ്ങൾ നിർമ്മിക്കേണ്ടതില്ല, അത് ആരെങ്കിലും ഇന്ത്യയുടെ പുറത്തു നിന്നോ കേരളത്തിൻ്റെ പുറത്തു നിന്നോ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെയോ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെയേറെ ആളുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ശ്രീ ഒ രാജഗോപാൽ. കേരളത്തിൽ നിന്ന് ഒരു ഇലക്ഷൻ വന്നിട്ട് അദ്ദേഹത്തിന് ജയിക്കാനായിട്ടില്ല. പക്ഷെ എന്നിട്ടും വളരെ സ്നേഹപൂർവം കേരളത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഉദ്യമങ്ങൾ ആർക്കും മറക്കാനാവില്ല. എന്നോട് എൻ്റെ നാട്ടിലുള്ള ഒരു മാർക്സിസ്റ്റ് സുഹൃത്ത് എൻ്റെ കൂടെ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ശ്രീ രാജഗോപാലിൻ്റെ മാതിരി വേദിയിലും സഭയിലും സന്നിഹിതരായിട്ടുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും സഹോദരന്മാർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇത് ഒരു ചരിത്ര മുഹൂർത്തമാണ് എന്നെനിക്ക് തോന്നുന്നു. ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തന്നിട്ടുള്ള ഈ പരിപാടിയുടെ സംഘാടകരോട് എനിക്കുള്ള കൃതജ്ഞത ഞാൻ ആദ്യമായി പ്രകാശിപ്പിക്കുന്നു. ഞാനൊരു കാര്യം വ്യക്തമാക്കട്ടെ. ഈ പരിപാടിയുമായി ഏതെങ്കിലും രീതിയിൽ സഹകരിക്കാൻ അവസരം കിട്ടുന്നവരെല്ലാം മഹാഭാഗ്യവന്മാരാണ് എന്ന് അവരോർക്കണം. ഇവിടെ ശ്രീ രാജപ്പൻ്റെ കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അദ്ദേഹം ബോംബെയിൽ ജോലി എടുക്കുന്ന അവസരത്തിൽ ഒരു വലിയ പൂജാ പരിപാടിയിൽ അദ്ദേഹത്തെ ക്ഷണിച്ചു. അവിടെ പോയപ്പോൾ ഈ മഹാലക്ഷ്മിയെ ആരാധിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. കനകധാര സ്തവം ചൊല്ലിക്കൊണ്ട് ആയിരുന്നു ആ പരിപാടിയിൽ ഒരു ഗീതം പാടുകയും അതിൽ സംപ്രീതയായിട്ടാണ് സ്വർണം കൊണ്ട് നെല്ലിക്ക കൊടുത്തത് എന്നുള്ള കാര്യം ഒരു പുതിയ വിജ്ഞാനമല്ല. പക്ഷെ അത് ശങ്കരാചാര്യരുടെ ചരിത്രം, അദ്ദേഹത്തിൻ്റെ മഹത്വം അറിയാവുന്ന ആ വിമാനത്താവളത്തിന് ശങ്കരാചാര്യരുടെ പേര് നൽകണമെന്ന് ഒട്ടേറെ സംഘടനകൾ, ശ്രീരാമകൃഷ്ണ മിഷൻ ഉൾപ്പെടെയുള്ള പല സംഘടനകളും പല പാർട്ടികളും പല മഹത് വ്യക്തികളുമെല്ലാം ആവശ്യപ്പെട്ട അവസരത്തിൽ അത് ഇതുവരെയും സാധിച്ചിട്ടില്ല. അന്ന് കേരളീയനായിരുന്ന ആളായിരുന്നു അന്നത്തെ രാഷ്ട്രപതി. അദ്ദേഹത്തിനോട് ഞാൻ നേരിട്ട് അപേക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞു, ശങ്കരാചാര്യർ വിമാനത്തിലൊന്നും പോയിട്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ മറുപടിയാണ്, രാഷ്ട്രപതിയായിരുന്ന ആളെ, ചെറിയ ചില്ലറക്കാരനല്ല. എനിക്കതിൽ അത്ഭുതമില്ല. കാരണം കേരളത്തിലെ നിലനിന്നിരുന്ന ചിന്താഗതി അനുസരിച്ച് ഇവിടെയാണ് ഒരു മുഖ്യമന്ത്രി പറഞ്ഞത്,
ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ പറ്റി ഞാൻ പറയുകയല്ല കേട്ടോ, ആരും തെറ്റിദ്ധരിക്കരുതേ ദയവായിട്ട്. ജയിച്ച് മഹാൻ, ലോകം ആദരിക്കുന്ന ചിന്തകൻ, മഹാൻ ആധ്യാത്മിക നേതാവ്. ആ മഹാത്മാവിന് ഇവിടെ വന്നപ്പോൾ സ്വന്തം അമ്മയുടെ ശവശരീരം ദഹിപ്പിക്കാനുള്ള അതിന് പോലും സാഹചര്യം കൊടുക്കാൻ നമ്മുടെ ആൾക്കാർ തയ്യാറായി. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ സ്വഭാവമെന്ന് ഭാരതം കാണാൻ പോകുന്നതേ ഉള്ളൂ, കാണാൻ പോകുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ്. ഇതുവരെ അകറ്റി നിർത്തിയിരുന്ന, മാറ്റി നിർത്തിയിരുന്ന, വിസ്മരിച്ചിരുന്ന, അവഗണിച്ചിരുന്ന ആ മഹത്തായ ശക്തി ഇതാ ഉണർന്നെഴുന്നു. ഇത്രയും പ്രോജ്വലമായ ഒരു സംസാരം അടുത്ത കാലത്തൊന്നും കേൾക്കാൻ എനിക്ക് ഇടവന്നിട്ടില്ല. മിനിഞ്ഞാന്ന് ഇവിടെ തൃശ്ശൂർ തെക്കേ മഠത്തിലെ സ്വാമിയാരുടെ ഭിക്ഷയുടെ കർമ്മമായിരുന്നു. 9 മണിക്ക് സ്വാമിയാർ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളും കൂടെ എത്തി. പെട്ടെന്ന് ഒരാൾ ഓടി വന്ന് എന്നോട് പറഞ്ഞു, വേഗം വരണം, വേഗം വരണം, ഉടനെ വരണം. ഞാൻ ഓടി ചെന്നപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കുടുംബം വന്നിരിക്കുകയാണ് ഇവിടെ. കേരള ആലയങ്ങൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടത്രേ, ഇവിടെ കനകധാരയുടേതായ ഒരു ക്ഷേത്രമുണ്ട് എന്നറിഞ്ഞിട്ട് അത് കാണാൻ വേണ്ടി വന്നവരാണ് ഇവിടെ. ഇവിടെ വന്നു നോക്കുമ്പോൾ ഒരു പറമ്പ്, അതിനകത്ത് കനകധാര സ്മാരകമായിട്ട് നിർമ്മിക്കാൻ പോകുന്ന ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപന സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നുള്ള ആനന്ദ വികടൻ മാസികയുടെ ഒരു എഴുത്തുകാരനാണ് ശ്രീ ഗോപാലയ്യർ. അദ്ദേഹം മറ്റ് എല്ലാ തമിഴ് വാരികകളിലും പീരിയോഡിക്കൽസിലും ഒക്കെ എഴുതുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനൊരു മുഹൂർത്തം ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മകളുടെ കയ്യിൽ നിന്ന് ഈ ദക്ഷിണ, അമ്പലം വന്നിട്ടില്ലെങ്കിൽ വരട്ടെ, പക്ഷേ ഈ ദക്ഷിണ നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് 501 രൂപ എൻ്റെ കയ്യിലാണ്. വളരെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്, അതായത് 1960കളുടെ തുടക്കത്തിൽ ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ ലീലാവതി ടീച്ചർക്ക് അറിയുമെന്നറിയില്ല, ഞങ്ങളിലൊക്കെ അറിയപ്പെട്ടിരുന്ന ഫയർ ബ്രാൻഡ് ടീച്ചറാണ്. പേടിയാണ് എല്ലാവർക്കും. വളരെ ശക്തമായിട്ട് നോ നോൺസെൻസ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് അവരുടെ സ്നേഹാദരങ്ങൾ നേടിയ അവർ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നും ഞങ്ങൾ ബോംബെയിൽ മലയാള മനോരമയിലും കലാകൗമുദിയിലും മാതൃഭൂമിയിലും ഒക്കെ അവരെന്തെങ്കിലും പറഞ്ഞതായിട്ട് കാണാറുണ്ട്. അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞതിനെ കൂട്ടി ചെയ്തത് വായിക്കാറുണ്ട്. അത് അവരുടെ കവിതകൾ ഞാൻ വായിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ പുസ്തകങ്ങളും മിക്കവാറും എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. അവരെ നമ്മുടെ പ്രസിഡന്റ് ആദരിക്കുന്നതാണ്. അതിനുശേഷം അവർ എന്തെങ്കിലും സംസാരിക്കും. അവരെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കൊടുക്കും. എല്ലാ മഹത്വങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ അഭിവാദ്യങ്ങൾ. ഇത്രയും മഹാന്മാരായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ ഒരു കീടം മാത്രമായ ഞാൻ എന്തെങ്കിലും പ്രഭാഷണം എന്നുള്ളതിൻ്റെ പേരിൽ പറയുക എന്ന് വെച്ചാൽ അതൊരു വലിയ സാഹസം ആണ്. ശ്രീ സത്യനാഥൻ എന്നെ ഈ കുടുക്കിലെപ്പെടുത്തും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷെ ശിഷ്യന്മാർക്ക് ഒരുപാട് അവകാശങ്ങളുണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് അദ്ദേഹം എന്നെ ഇങ്ങനെ കുടുക്കിൽപ്പെടുത്തി. ഈ കാര്യം പറയാൻ ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ വന്നപ്പോൾ പോലും ഇതിലെ ഈ ഉപദേശക സമിതി എന്ന് വരാനുള്ള ഒരു സമിതിയിൽ എന്നെ ഒരു അംഗമാക്കാനാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. ഒരുപക്ഷെ എനിക്ക് ചെവി കേൾക്കൽ വള്ളത്തോളിൻ്റെ പോലെ ആ ഒരു കാര്യത്തിൽ സാമ്യമുണ്ട്. ചെവി വളരെ പതുക്കിയാണ് അടുത്ത കാലത്ത്. അതുകൊണ്ട് പറഞ്ഞ മനസ്സിലാവാനിട്ടാണോ അതോ അദ്ദേഹം ഈ ഉപദേശക സമിതിയിൽ അംഗമെന്ന് എന്നോട് ആസ്വദം പറഞ്ഞിട്ടില്ലയോ? ഇപ്പം എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. അത്യാവശ്യം പറഞ്ഞു, ഓരോ ഒപ്പ് വയ്ക്കാൻ പറഞ്ഞു, ഒപ്പ് വെച്ചു. അതിപ്പോൾ എനിക്ക് അവകാശപ്പെട്ട ഒരു സ്വത്ത് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു രേഖയായിരുന്നു എന്നല്ല, ഒരുപക്ഷെ ഞാൻ അതിന് ഒപ്പ് വെച്ച് കൊടുക്കുമായിരുന്നു. അഭിനന്ദിയും അഭിമാനവും പിന്നെ ഒരു ബഹുമതിയും ആണ്
ഇനി പേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാവുന്നതാണ്. മനുഷ്യർക്ക് ആദ്യത്തെ പേര് നിലനിൽക്കുമെന്നാണ്. പക്ഷെ ആ സ്ഥലങ്ങളുടെ പേരും അങ്ങനെയൊക്കെ മാറ്റാം, അതിന് പ്രശ്നമൊന്നുമില്ല. അത് അചിരേണ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ബോധമുള്ള ആളുകൾ ആരെങ്കിലും തലപ്പത്ത് വന്നാൽ സംഭവിച്ചുകൂടായില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ. പക്ഷെ അവർ തലപ്പത്ത് വരണം, ബോധമുള്ള ആളുകളെന്ന് മാത്രം. അങ്ങനെ ബോധമുള്ള ആളുകൾ ആരെങ്കിലും തലപ്പത്ത് വന്നിട്ട് ഈ നിർദ്ദേശം, കേരളത്തിൽ നിന്നുണ്ടായ ഈ നിർദ്ദേശം അർത്ഥവത്താണെന്ന് അവർക്ക് തോന്നിയിട്ട് അങ്ങനെ വിമാനത്താവളത്തിലൊക്കെ പേരുകളൊക്കെ മാറ്റിയിരുന്ന സമ്പ്രദായം, അത് അനവധി ഉദാഹരണങ്ങളും പൂർവ്വ കാലത്തുണ്ടായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നല്ല വശം അതിൻ്റെ പിന്നിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളുടെ കേന്ദ്രങ്ങളിലും ഐശ്വര്യ സാന്നിധ്യം ഉള്ള സ്ഥലങ്ങളുടെ പേരിലും ഒക്കെയുള്ള ചില സ്ഥാപനങ്ങളിലും ഈ സമ്പത്ത് കൂട്ടിവെക്കുന്നതിൻ്റെ അർത്ഥം, സമ്പത്ത് നമ്മുടെ ഓരോരുത്തരെയും അല്ല എന്നുള്ളത് തന്നെയാണ്. അത് പ്രതീകാത്മകമാണ്. ഈ സ്വർണ്ണ വിഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ ആർഭാടത്തിന് വേണ്ടി ഒരുപാട് ചെലവ് ചെയ്യണം എന്നുള്ള ആഘോഷത്തിലല്ല ഞാൻ നിൽക്കുന്നത്. പക്ഷേ സ്വർണ്ണ വിഗ്രഹം, ദേവിയുടെ സ്വർണ്ണ വിഗ്രഹം ഇവിടെ വരും എന്ന് പറഞ്ഞല്ലോ, ആരെങ്കിലും തീർച്ചയായിട്ടും ഏതെങ്കിലും വലിയൊരു വ്യവസായികൾ സംഭാവന ചെയ്യും, സംശയമൊന്നുമില്ല കാര്യത്തിൽ. അപ്പം അങ്ങനെ അവരുടെ ആ സമ്പത്ത് അവരങ്ങനെ ലോകത്തിന് എന്നേക്കും കാണാനുള്ള ഒരു പ്രതീകമായിട്ട് നൽകുക എന്നുള്ള ഈശാവാസ്യം ഇതം സർവം എന്ന ഒരു അവബോധം നമുക്ക് ഉണ്ടാക്കി തരാൻ, ഈ സമ്പത്ത് മുഴുവൻ ഈശ്വരനെയാണ്, നമ്മുടെയല്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കി തരാൻ ആണ് ഈ സ്വർണ്ണ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ അതുപോലെ ക്ഷേത്രങ്ങളിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ആ സമ്പദ് സമൃദ്ധിയോ പ്രേരകമാവേണ്ടത്. അങ്ങനെ ആവും എന്ന് തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇവിടെ മനോഹരമായ ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ പോകുന്നു. ക്ഷേത്രങ്ങൾക്കൊന്നും ഇപ്പോൾ കേരളത്തിൽ ക്ഷാമമൊന്നുമില്ലല്ലോ, എത്രയോ ക്ഷേത്രങ്ങളുണ്ട്, പലരും ജീർണാവസ്ഥയിലാണ്. എന്നിരിക്കെ എന്തിനാണ് ഒരു പുതിയ ക്ഷേത്രം എന്ന് ചോദിച്ചാൽ, ഒരു പുതിയ ക്ഷേത്രത്തിന് ഒരു പുതിയ പ്രസക്തി ഉണ്ടാകും. കനകധാര എന്നുള്ളതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ശ്രീശങ്കരാചാര്യരുടെ പേരിൽ ഉള്ള ഒരു ക്ഷേത്രം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് അത് തീർച്ചയായിട്ടും ഒരു പുതുമ തന്നെയാണ്. അതിന് അങ്ങനെ ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. എത്ര ക്ഷേത്രങ്ങൾ കുറഞ്ഞു പോകും, അത്രയും നല്ലതെന്ന് മറ്റൊരു മന്ത്രി പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. അത് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള സാമാന്യ മനുഷ്യരുടെ ചില തെറ്റായ ധാരണകളുടെ ഫലം ആണ്. ക്ഷേത്രങ്ങൾ സാമാന്യ മനുഷ്യര് പലപ്പോഴും ക്ഷേത്രത്തിൽ വഴിപാടർപ്പിക്കുമ്പോഴും മറ്റുമൊക്കെ ഈ സാമാന്യ മനുഷ്യർക്ക് ഈ അവബോധമുണ്ട്, നമ്മുടെ അല്ല സ്വത്ത് ഈശ്വരൻ്റെയാണ്. അതാരും പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല, വെറും പാവങ്ങളായിട്ടുള്ള ആളുകൾക്കും അത് സമ്പത്ത് ഈശ്വരൻ്റെയാണ് എന്നൊരു സങ്കല്പം. അത് ഭാരതീയമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഒരു സാരസംഗ്രഹം ആണ്. അത് എല്ലാ ഭാരതീയരായിട്ടുള്ള ആളുകൾക്കും ഈ മണ്ണിൽ പിറന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള അവബോധമുണ്ട്. പക്ഷെ പഠിച്ച പണ്ഡിതന്മാരായിട്ടുള്ള അജ്ഞന്മാർക്ക് ചിലപ്പോൾ ആ അവബോധം ഇല്ലാതെ, അതാണ് ഈ മരണത്തെ തരണം ചെയ്യൽ. അങ്ങനെ അവിദ്യകളെ കൊണ്ട് മൃത്യുവിനെ തരണം ചെയ്യാം. പക്ഷെ അമൃതത്വം എന്ന ഒന്ന് പരമമായ സത്യം, അത് വിദ്യയാ മാത്രം. വിദ്യയാ അമൃതമനുഷ്യത്തെ, അമൃതം ലഭിക്കുന്ന വിദ്യ കൊണ്ട് എല്ലാം ഒന്ന് എന്ന അറിവ് കൊണ്ട് ഇവിടെ ബ്രാഹ്മണരൊക്കെ ജന്മികളായിരുന്നു എന്നാണ്. പക്ഷെ ഈ ചരിത്രം എന്ത് പറയുന്നു? ഈ കനകധാരാ സ്തോത്രത്തിന്റെ ചരിത്രം, ഒരു ഇല്ലത്ത് മറ്റൊന്നുമില്ലാതെ മുഴുവൻ നോക്കിയിട്ട് ധരണിയും ഒരു ഉപ്പിലിട്ട നെല്ലിക്ക്, ഞങ്ങളുടെയൊക്കെ മുത്തശ്ശി പറഞ്ഞിട്ടുള്ള ഉപ്പിലിട്ട നെല്ലിക്കാന്നാണ്, ഒരു ഉപ്പിലിട്ട നെല്ലിക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെടുത്ത് ഈ ബാലന് വടുവിന് നൽകി എന്നാണ്. അപ്പം അങ്ങനെ ഞാൻ ഈ നെല്ലിക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്നെപ്പോലുള്ള ഒരു കീടത്തിന് ഇവിടെ വന്ന് 2 വാക്ക് പറയാൻ ഒരു സന്ദർഭം വന്നത്. ഒരു പക്ഷേ നക്ഷത്രഫലം തന്നെയായിരിക്കും, ജാതകഫലം തന്നെയായിരിക്കും. കാരണം എൻ്റെ നക്ഷത്രത്തിൻ്റെ മരം നെല്ലിയാണ്. അല്ലാണ്ട് എന്താണ് ഇവിടെ വന്നിട്ട് എനിക്ക് സംസാരിക്കാനുള്ളൊരു അർഹത എന്ന് ഞാൻ ഇപ്പോൾ ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്. ഇതായിരിക്കണം കാരണം, അല്ലെങ്കിൽ ഇവിടെ വരാൻ ഒരു നെല്ലിയുടെ പേരിലുള്ള ഒരു നക്ഷത്രത്തിൻ്റെ പേരിൽ ജനിച്ചത് കൊണ്ട് ശങ്കരാചാര്യർക്ക് എടുത്തു കൊടുത്ത ഒരു നെല്ലിക്ക. എനിക്കൊരു 45 വയസ്സ് കുറഞ്ഞു. ടീച്ചറുടെ ക്ലാസ്സിൽ ഇരുന്ന ഒരു പ്രതീതിയില്ല. അവരുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ ശിരസ വഹിക്കുന്നു, അത് നടപ്പിൽ വരുത്തും എന്ന് ഉറപ്പ് നൽകാൻ കൂടി ഞാൻ സന്ദർഭം ആളെ വിളിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പരിപാടി. ഞങ്ങൾക്ക് ഈ സ്ഥലത്ത് ഈ പ്രൊജക്റ്റ് നടപ്പിൽ വരുത്താൻ വേണ്ടി ഞാൻ
ഭൂമി ഈ സ്ഥലം തന്നെ ഞങ്ങൾക്ക് കിട്ടണം. അത് വേറെ കുറെ അപ്പുറത്തൊരു സ്ഥലം കിട്ടിയിട്ട് ഞങ്ങൾക്ക് കാര്യമില്ല. കാരണം അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല. കാലടിയിൽ ഒരു ശങ്കരാചാര്യരുടെ, ശൃംഗേരി ശങ്കരാചാര്യരുടെ വക ഒരു സ്മാരകമുണ്ട്. അതിനു പുറമെ അടുത്ത കാലത്ത് വേറെ ആരോ ഒരു കനകധാരാ സ്മാരകം തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. കഴിഞ്ഞ കൊല്ലം ഈ സ്വർണ്ണത്ത് മനക്കിൽ നിന്ന് സ്വർണം നെല്ലിക്ക വാങ്ങിക്കൊണ്ടുപോയി അവിടുന്ന് കളക്ട് ചെയ്താന്ന് പറഞ്ഞിട്ട് ഒരു നെല്ലിക്കയ്ക്ക് 3000 റുപ്യ കണ്ട് വില വെച്ചിട്ട് വിറ്റു എന്നൊക്കെ ഞാൻ ജ്യേഷ്ഠൻ അനുജനെ ആദരിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ പ്രസിഡന്റ് ഞങ്ങൾക്ക് ഭൂമി തന്ന ആളെ ആദരിക്കുക.